അദാനി കേസും യുഎസ് നീതിന്യായ വ്യവസ്ഥയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയും. അദാനിയുടെയും ട്രംപിന്റെ മകന്റെയും കൂടിക്കാഴ്ച വിവാദത്തിൽ. വിവരങ്ങൾ പുറത്തുവിട്ട ബ്ലൂംബർഗ്. സ്വാധീനത്തിൽ കുലുങ്ങാതെ അമേരിക്കൻ നീതിന്യായ കോടതി ജഡ്ജി. അന്താരാഷ്ട്ര തലത്തിൽ വൻ രാഷ്ട്രീയ സാമ്പത്തിക ചർച്ചകൾക്ക് വഴിവെച്ച ഒന്നാണ് ഗൗതം അദാനിക്കെതിരെയുള്ള യുഎസ് ക്രിമിനൽ കുറ്റപത്രവും അതിനെ തുടർന്നുണ്ടായ നാടകീയ നീക്കങ്ങളും. ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകിയെന്ന ഗുരുതരമായ ആരോപണത്തിൽ അദാനിക്കെതിരെ നിലനിന്നിരുന്ന കേസ് ട്രംപ് ഭരണകൂടം അടുത്തിടെ ഒഴിവാക്കിയത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ട്രംപുമായി അടുത്ത ബന്ധമുള്ള അഭിഭാഷകരുടെ ഇടപെടലുകളും ട്രംപിന്റെ മൂത്ത മകനും അദാനിയും തമ്മിൽ നടന്ന രഹസ്യ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും പുറത്തുവന്നതോടെ ഈ കേസ് പിൻവലിക്കലിന് പിന്നിലെ രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ട് കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. എന്നാൽ രാഷ്ട്രീയ ഭരണകൂടങ്ങളുടെ താൽപര്യങ്ങൾക്ക് മുന്നിൽ ജുഡീഷ്യറി എപ്പോഴും കീഴടങ്ങില്ലെന്ന ശക്തമായ സന്ദേശമാണ് യുഎസ് നീതിന്യായ വകുപ്പിന്റെയും ജഡ്ജി നിക്കോളാസ് ജി ഗറൌഫിസിന്റെയും പുതിയ ഇടപെടലുകൾ നൽകുന്നത്. ശതകോടീശ്വരന്മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് നിയമവ്യവസ്ഥയെ അട്ടിമറിക്കാൻ കഴിയുമെന്ന ധാരണക്കേറ്റ ശക്തമായ തിരിച്ചടിയാണ് ജഡ്ജി നിക്കോളാസ് ജി ഗറൌഫിസിന്റെ ഉത്തരവ്. അദാനിക്കെതിരായ കുറ്റങ്ങൾ തള്ളിക്കളഞ്ഞ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ജൂലൈ 13-നകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അദ്ദേഹം യുഎസ് നീതിന്യായ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആരുടെ സമ്മർദ്ദത്തിലാണ് കേസ് ദുർബലമാക്കപ്പെട്ടതെന്ന് വ്യക്തമാക്കണമെന്ന ജഡ്ജിയുടെ കർശനമായ നിലപാട് ജുഡീഷ്യറിയുടെ സ്വതന്ത്ര സ്വഭാവം ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഭരണകൂട തലപ്പത്തുള്ളവർ വിചാരിച്ചാൽ ഏത് ക്രിമിനൽ കേസും അട്ടിമറിക്കാമെന്ന അഹങ്കാരത്തിന്റെ നെറും തലക്കേറ്റ അടിയാണ് ജഡ്ജി നിക്കോളാസിന്റെ തീരുമാനം. ട്രംപ് ഭരണകൂടം അദാനിക്ക് അനുകൂലമായി നിലപാടെടുത്തിട്ടും ഡെമോക്രാറ്റിക് സെനറ്റർമാർ ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ ശക്തമായി രംഗത്തു വന്നതും യുഎസിലെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ആഭ്യന്തര ജാഗ്രതയെ കാണിക്കുന്നു. ഈ സംഭവം സ്വാഭാവികമായും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ നിലവിലെ അവസ്ഥയുമായി താരതമ്യം ചെയ്യാൻ പൊതുസമൂഹത്തെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഉന്നത ജുഡീഷ്യറി പലപ്പോഴും ഭരണകൂട താൽപര്യങ്ങൾക്ക് വഴങ്ങുന്നുവെന്ന വിമർശനം ശക്തമാണ്. വിരമിച്ച ഉടനെ രാജ്യസഭ MP പദവിയോ മറ്റ് സർക്കാർ പദവികളോ കൈപ്പറ്റുന്ന ജഡ്ജിമാരും ഭരണകൂടത്തിന് തലവേദനയാകുന്ന കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെടുന്ന ജഡ്ജിമാരും. ജഡ്ജി ലോയയുടെ കേസ് ഉദാഹരണം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയ്ക്ക് മേൽ നിഴൽ വീഴ്ത്തിയിട്ടുണ്ട്. നിക്കോളാസ് ജി ഗറൌഫിസ് ഇന്ത്യയിലായിരുന്നെങ്കിൽ സമാനമായ രീതിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നോ എന്ന ചോദ്യം പ്രസക്തമാണ്. രാഷ്ട്രീയ യജമാനന്മാരെ പ്രീണിപ്പിച്ച് പദവികൾ നേടുന്ന ഒരു സംസ്കാരം നിലനിൽക്കുന്നിടത്ത് നിക്കോളാസിനെ പോലെ നെഞ്ചൂക്കുള്ള ജഡ്ജിമാർക്ക് ഒന്നുകിൽ കരിയർ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ കടുത്ത ഭീഷണികൾ നേരിടേണ്ടി വരാം. അമേരിക്കൻ വ്യവസ്ഥയിലും രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ സ്ഥാപനങ്ങൾക്ക് ഇപ്പോഴും ഭരണകൂടത്തെ തിരുത്താനുള്ള ആർജവമുണ്ടെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറുകളും അദാനിയെ രക്ഷിക്കാനുള്ള കവചമായി മാറുമെന്നായിരുന്നു പൊതുവെ കരുതിയിരുന്നത്. ട്രംപിനായി കോടിക്കണക്കിന് രൂപയുടെ പരസ്യ വ്യാപാര താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടും സ്വന്തം സുഹൃത്തിനെ യുഎസ് നിയമവ്യവസ്ഥയിൽ നിന്നും പൂർണ്ണമായി മോചിപ്പിക്കാൻ മോദി ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ജനാധിപത്യത്തിലെ ചെക്കുകളും ബാലൻസുകളും കൃത്യമായി പ്രവർത്തിക്കുമ്പോൾ വ്യക്തിബന്ധങ്ങൾക്കോ കോർപ്പറേറ്റ് പണക്കൊഴുപ്പിനോ നിയമത്തിന് മുകളിൽ പറക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ വെളിപ്പെടുന്നത്. പണവും അധികാരവും ഉപയോഗിച്ച് ലോകത്തെവിടെയും നിയമത്തെ വിലക്കെടുക്കാമെന്ന് കരുതുന്ന കോർപ്പറേറ്റുകൾക്കുള്ള മുന്നറിയിപ്പാണ് അദാനി കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ബ്ലൂംബർഗ് പുറത്തുവിട്ട വിവരങ്ങളും യുഎസ് കോടതിയുടെ ഇടപെടലുകളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. ജുഡീഷ്യറിയുടെ തലപ്പത്ത് സത്യസന്ധരായ മനുഷ്യർ ഇരിക്കുമ്പോൾ ജനാധിപത്യം സുരക്ഷിതമായിരിക്കും എന്നതിന്റെ ആഗോള ഉദാഹരണമായി ജഡ്ജി നിക്കോളാസിന്റെ നിലപാട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. നിയമവാഴ്ചയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ ഏതൊരു രാജ്യത്തെയും നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഇത്തരം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ അനിവാര്യമാണ്.